ഹലോ, കോഴിക്കോട് വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ടാണ്. സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റിൽ പോയിട്ട് അല്പം ക്ഷീണം പിടിച്ചു. അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് നേരെ പോന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു മിഠായി തെരുവിൽ പോവാന്ന്. ചില തീരുമാനങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം. രണ്ടാമതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നടക്കണുണ്ടാവില്ല. സുഹൃത്തുക്കളുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും മിഠായി തെരുവ് കാണുമ്പോൾ അവിടേക്ക് പോകാൻ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും അവിടെ ഞാൻ പോയി എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണില്ല. ധാരാളം മിഠായി മാത്രം കിട്ടുന്ന സ്ഥലമാണ് മിഠായി തെരുവ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ആ ഒരു ധാരണ മാറിയത് ഈ ഒരു അടുത്താണ്. എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഠായി കൊണ്ട് ഉണ്ടാക്കിയ തെരുവാണ് മിഠായി തെരുവ് എന്നാണ് അത്രേ ആൾ കരുതിയിരുന്നത്. നല്ല വിലക്കുറവിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുകയാണ്. ഓരോന്നിടുമ്പോഴും അതാണ് ഭംഗിയെന്ന് തോന്നും. ഇതിന് 150 രൂപയോ മറ്റോ ആണ്. പക്ഷെ വലിയ ഈട് നിൽക്കില്ല എന്നാണ് അവർ പറയണത്. അവസാനം ഞാനൊന്ന് വാങ്ങി. പിന്നെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ അപേക്ഷിച്ച് റേറ്റും വളരെ കുറവാണ്. നട്ടുച്ച വെയിലാണ്. എൻ്റെ 90% ബാറ്ററി ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കുകയാണ്. മൂസാമ്പിയുടെ ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ ഇതിന് വേറെന്തോ പേരാ പറഞ്ഞത്. വെറൈറ്റി പേര് കണ്ട് വാങ്ങിച്ചതാണ്. എന്തായാലും കുറച്ച് നേരം കൂടി ഓടാൻ ഇത് മതിയാവും. ചുറ്റും കടകളാണ്. ഓരോ കടയിൽ കയറി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടൻ ഹലുവ വാങ്ങാതെ പോണത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഹലുവ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഹലുവ എന്നാണോ പറയുക അലുവ എന്നാണോ പറയാമെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു കേട്ടോ. ഇവിടെ നിന്ന് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്ക് നമ്മൾ കാസർഗോഡുകാരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതെങ്ങനെയാണാവോ? ഇത് കാന്താരി അലുവയാണ്. ഒരു എരിവും മധുരമൊക്കെയുള്ള ഒരു പ്രത്യേക ടേസ്റ്റ്. കോഴിക്കോട്ടുകാരുടെ സ്നേഹം മനസ്സിലായത് ഇദ്ദേഹത്തിലൂടെയാണ്. പിന്നെ ഞങ്ങൾക്ക് 12:30 ട്രെയിന്. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് പോന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഈ വെള്ള ഷർട്ടിട്ട ഏട്ടനെ കണ്ടോ? അദ്ദേഹമാണ് എനിക്ക് സീറ്റ് എണീച്ച് തന്നത്. അദ്ദേഹത്തിന് നല്ലത് വരട്ടെ. കോഴിക്കോട് നിന്നൊന്നും കഴിക്കാത്തതിൻ്റെ വിഷമം മാറ്റിയത് കാസർഗോഡ് നിന്ന് കപ്പ ബിരിയാണി കഴിച്ചിട്ടായിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടാകും. അത് വെറും ഒരു തോന്നലല്ല, ശരിക്കും ക്ഷീണം പിടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയും പെയ്തു. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഈ യാത്രയിൽ പറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന മനുഷ്യരെയും മനുഷ്യത്വം എന്താണെന്ന് പോലും അറിയാത്തവരെയും സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്നവരെയും കാണാൻ പറ്റി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.